ആറന്മുള ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഴ്ചച്ചന്തയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മളിത് പച്ചക്കറി വിപണി തുടങ്ങിയിട്ടുണ്ട്. മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളും പച്ചക്കറി എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അഡ്മിന്മാർ 2 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ ഈ വാർഡിന്റെ ആറന്മുള പഞ്ചായത്തിലെ 4ാം വാർഡിലെ ചെയർപേഴ്സൺ ആണ്, സുലത മോഹൻ. ഞങ്ങൾ ഈ വിപണി തുടങ്ങിയിട്ട് ഇപ്പം 12ാമത് വിപണിയാണ്. വിപണിയെല്ലാം നല്ല പോലെ പോകുന്നുണ്ട്. ആറന്മുള പഞ്ചായത്തിന്റെ CDSന്റെ ആഴ്ചച്ചന്തയായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും 3 മണിക്ക് എല്ലാം കർഷകരും അവരവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മറ്റ് സംരംഭങ്ങൾ ചെയ്യുന്നവരാ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. JLG ഗ്രൂപ്പുകളുടെ കൃഷിയും പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതുകൊണ്ട് സംരംഭങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് എല്ലാവരും അവരവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറികളാണ് കൂടുതൽ ഇവിടെ കൊണ്ടുവരുന്നതെല്ലാം. ആറന്മുള CDSലെ അഗ്രി CRP ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. ഞങ്ങളുടെ CDSന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാ ബുധനാഴ്ചയും ചന്ത തുടങ്ങുന്നുണ്ട്. നന്നായി നടന്നു പോകുന്നുണ്ട്. പത്തനംതിട്ട കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ആറന്മുള CDSലേക്ക് അഗ്രി CRP ആയിട്ട് എനിക്ക് നിർദ്ദേശം തന്നിട്ടുള്ള ആഴ്ചച്ചന്ത തുടങ്ങാൻ വേണ്ടി. 5-6 മാസമായിട്ട് ഇപ്പൊ തുടർച്ചയായി എല്ലാ ആഴ്ചയും ബുധനാഴ്ച ദിവസം ഇവിടെ ആഴ്ചച്ചന്ത തുടങ്ങുന്നുണ്ട്. നന്നായി സാധനങ്ങൾ എല്ലാം അവരവരുടെ വീട്ടുകളിലെ ജൈവവളങ്ങൾ കൊണ്ട് പാകപ്പെടുത്തി എടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 18 വാർഡും ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ആഴ്ചച്ചന്ത ഇവിടെ നടന്നു പോകുന്നത്. കുടുംബശ്രീ JLGയിൽ രൂപീകരിച്ചിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും സാധന സാമഗ്രികൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. അത് വിഷരഹിതമായ പച്ചക്കറികളാണ് ഇവിടെ എത്തുന്നത്. വിശ്വസിച്ച് എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഗീത ചേച്ചിയാണ്. ഗീത ചേച്ചി എടനാടെന്ന് പറയും, ചെങ്ങന്നൂർ താലൂക്കിലെ എടനാടെന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. 4 പ്രാവശ്യത്തെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കർഷകശ്രീ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. കൃഷിസ്ഥലമുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള കർഷകരുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളും. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ചീരയൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു കേട്ടോ. CDS മെമ്പറാണ്, എടനാട്ടിലെ CDS മെമ്പറാണ്. അവാർഡ് കിട്ടിയ ആളാണ്. തോമസ് മാത്യു എന്ന പേര്, കുമ്മനാണ് വീട്, വജ്ജി എന്നറിയപ്പെടും. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും വീടിനടുത്തുള്ളവരുടെയൊക്കെ വിഭവങ്ങളാണ്. ഇപ്പോൾ ഇത് കണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ഒരു ചെടിയിലെ കണ്ടോ, 1-2 ചെടിയിലെ മാത്രം. ഇത് കണ്ടോ, ബ്രിഞ്ചോൾ, വഴുതനങ്ങ, പിന്നെ കപ്പ, ചേമ്പ്, മുതിരക്കിഴങ്ങ്, വാട്ടുകപ്പയൊക്കെ ഉണ്ട്. ചീമച്ചെമ്പ്, കപ്പ, ഇത് നമ്മുടെ സലാഡ് വെള്ളരി, ഓമയ്ക്ക, മധുരക്കിഴങ്ങ്, നാടൻ നെയ്ക്കുമ്പളങ്ങ ഒക്കെ ഉണ്ട്. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ കൊണ്ടുവരത്തുള്ളൂ എല്ലാം. ഇത് പുള്ളിയുടെ സ്വന്തം കൃഷിയല്ല, അയലക്കത്തും പിന്നെ കൂട്ടുകാരുടെയൊക്കെ കൃഷിസ്ഥലമുണ്ട്. അവർക്കൊന്നും ഇവിടെ വന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെയാണ്. ഉഷച്ചേച്ചി. അപ്പോൾ ഇവിടെ അടുത്ത വീട്. അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ ഇപ്പോഴും ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. കൊച്ചു ക്ലാസ് ഒക്കെ ഉണ്ട്. ഉപ്പേരി, ഉണ്ണിയപ്പം, കടുമാങ്ങ, നല്ല കടുമാങ്ങ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. കടുമാങ്ങ, അച്ചാറ് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ചമ്മന്തിപ്പൊടി, ഉപ്പേരി, ചെമ്പുപ്പേരി, എല്ലാ ഐറ്റവും ഉണ്ട്. ഞാൻ ഇവിടുന്ന് കുറച്ച് എൻ്റെ ഇല്ലാത്ത ഐറ്റം ഉണ്ട്. ഇവിടുന്ന് വാങ്ങിച്ച് ഞാൻ പുറത്തോട്ടൊക്കെ ഇഞ്ചിക്കറി പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിസ്റ്റർ ജോസ് ആണ്. ഇതൊരു പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ പച്ചക്കറികളാണ്. ഇതും പറഞ്ഞ പോലെ കുറച്ചൊക്കെ പുള്ളി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂട്ടുകാരുടെ അടുത്തുനിന്നും പിന്നെ കർഷകരുടെ നേരിട്ടെടുക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഇവിടെയും ഇപ്പം കൂടുതൽ പച്ചക്കറി കൊണ്ടുവരുന്ന അദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ നാടൻ പച്ചക്കറി കൊണ്ടുവരുന്ന അദ്ദേഹമാണ്. ഇത് ശ്രീകുമാറാണ്. ശ്രീകുമാറിൻ്റെ ഇവിടെ എടനാടെന്ന സ്ഥലത്താണ്. അദ്ദേഹം ഈ പലഹാരങ്ങളെ, വെളിച്ചെണ്ണ, പൊടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി, ഇഞ്ചി, തേങ്ങ, പിഴുപുളി, തോട്ടുപുളി, കൂമ്പ്, സലാഡ് വെള്ളരി, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കൂടി കൊണ്ടുവരും. ഇവിടെ ഈ വിപണി കൊണ്ടുവരേണ്ട എല്ലാം ഒന്നെങ്കിൽ കർഷകർ സ്വന്തമായി ചെയ്യണം, പിന്നെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വീട്ടിൽ തന്നെ ചെയ്യണം. ഇത് മിസ്റ്റർ രാംകുമാറാണ്. ഇദ്ദേഹത്തിൻ്റെ മഷ്റൂം, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ എൻ്റെ വീടിനടുത്താണ് വീട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയാം. ഫാം ഹൗസ് ഉണ്ട്, ഇതിൻ്റെ തന്നെ ഫാം ഹൗസ് ഉണ്ട്. എല്ലാ ഇവിടെയും കൊണ്ട് കൂൺ മാത്രമാണ് പുള്ളി ചെയ്യുന്നത്. കൂണ് മുലയും വൈഫും കൂടാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടിക്കകത്ത് നല്ല ഫ്രഷ് കൂണ്. ഇതൊക്കെ അറിയില്ല, തൊടാനൊന്നും പറ്റില്ല. തൊട്ട് കഴിഞ്ഞാൽ അത് ഫംഗസ് പോലെ എന്തോ പൂപ്പല്ലേ, ഇതൊക്കെ വരും. ഇത് നമ്മൾ 100% ജൈവ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ജൈവവും അല്ലാതെ നമുക്ക് കെമിക്കൽ ഇതും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ 100% ജൈവ രീതിയിൽ തന്നെയാണ് നമ്മൾ പിന്നെ അറക്കപ്പൊടിയിലാണ് ചെയ്യുന്ന. ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കുന്നതാണ്. നമുക്ക് 100% ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇമ്മ്യൂണിറ്റിക്ക് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുത്ത് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് 3-4 ചന്തകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല സെയിലുള്ളൊരു ഇതാണ്.
ഇത് ശ്യാമള ചേച്ചിയാണ്. ശ്യാമള ചേച്ചി ഓതറ എടനാട്. ശ്യാമള ചേച്ചി ചെറിയൊരു കടയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടറിയാം, നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്ന നമ്മുടെ നല്ല പഴുത്ത ഏത്തയ്ക്കായ ശ്യാമള ചേച്ചിയും കുറച്ചൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അടുത്തുള്ള കർഷക സുഹൃത്തുക്കളുണ്ട്, അവരുടെ നിന്നൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നതാണ്. നാടൻ ഏത്തക്കുല, ചേമ്പ്, ഇഞ്ചി ഇങ്ങനെയൊക്കെയാണ് എല്ലാ വീടിലും വരുന്നുണ്ട് ശ്യാമള ചേച്ചി. ഇത് അൽകുമാർജി ഓതറ അല്ലേ, അദ്ദേഹത്തിന്റെ പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ. ഇതല്ലേ തേങ്ങായ ഒക്കെ ഉണ്ട്. അതേപോലെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് കൂടാണ്. ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ്, ഹോബി ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പന്നിയുടെ ഒരു വലിയ ശല്യം ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഓടിക്കാനുള്ള പല റിസർച്ചുകൾ പുള്ളി സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൾബുകളിട്ട് ലൈറ്റ് കൊടുത്ത് അതിനെ ഓടിക്കുക, അതുപോലെ വേലി കെട്ടിയിട്ട് അതിനെ ഓടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ അക്ഷയശ്രീ പുരുഷ സ്വയം സഹായ സംഘമാണ്. ഇത് രാജചേട്ടനും വിജയചേട്ടനുമാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിന് പൊടികളാണ് കൂടുതലും, സ്പൈസസ് പൊടികളാണ് ഇവർ ചെയ്യുന്നത്. 2-3 വിപണിയിൽ വരുന്നുണ്ട്. നമ്മുടെ ഏരിയയിൽ ഈ പുരുഷ സ്വയം സഹായ സംഘം കുറവാണ്. വടക്കൻ കേരളത്തിലൊക്കെയാണ് കൂടുതൽ. കണ്ണൂർ മേഖലയിലൊക്കെ ഒരുപാട് ഭയങ്കര സഹകരണമാണ്. സ്ത്രീ സഹകരണത്തെക്കാളും കൂടുതലായിട്ട് ആ ഭാഗത്തുള്ളൂ. ഇവിടെ റെയറാണ്. മാത്യു എന്നാണ് പേര്. അദ്ദേഹം ഇതുപോലെ പലഹാരങ്ങളെ പുളി കണ്ട തോട്ടുപുളി, നല്ല തോട്ടുപുളിയുണ്ട്. പിന്നെ പലഹാരങ്ങളുണ്ട്. താറാമുട്ട, അദ്ദേഹത്തിൻ്റെ ഒക്കെ മാത്രമേ താറാമുട്ട ഉണ്ടാകത്തുള്ളൂ. പുള്ളിക്ക് താറാവിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. താറാമുട്ട, നാടൻ താറാമുട്ട, പൂവമ്പഴം, ചക്ക. ഇത് വരിക്കയാണോ കൂഴയാണോ? കൂഴച്ചക്കയാണ്. പിന്നെ നാടൻ ഏത്തക്കുലയുണ്ട്. ഇങ്ങനെ ചില ഐറ്റംസ് അവൈലബിലിറ്റി അനുസരിച്ച് പുള്ളി ഏകദേശം കൊണ്ടുവരും. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. ഇതെല്ലാം എൻ്റെ അടുത്ത് പാവയ്ക്കുണ്ട്, കോവയ്ക്ക, പയർ എല്ലാം ഉണ്ട്. എല്ലാം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. രഹിതമായ പച്ചക്കറികൾ ജനങ്ങളിൽ എത്തിക്കുക, ആരോഗ്യകരമായ ഒരു ആരോഗ്യകരമായ ഒരവസ്ഥ ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടെ ഈ മാഡവും എല്ലാവരുടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണിത്. ഇവിടെ അടുത്തുള്ള എല്ലാ വിപണികളിലും ഉണ്ട്. ഒരു 47-50 ആഴ്ചകളാവുന്നുണ്ട് ഇപ്പം മിക്ക വിപണികൾ. ഞങ്ങളുടെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്ന വിപണികൾ, അതിലെല്ലാത്തിലും 50 ആഴ്ചകളോളമായിട്ട് കൂടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ഞാനൊരു അത്യാവശ്യം മിക്ക ദിവസങ്ങളിൽ വന്നിട്ടുമുണ്ട്. ഇതെല്ലാം എൻ്റെ കൃഷികളല്ല, കൃഷിക്കാരുണ്ട്. ഡയറക്റ്റ് കൃഷിക്കാരിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്തും കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആ തുടക്കം മുതലേ അങ്ങനെയാണ്. കൃഷിക്കാർക്ക് ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം, എല്ലാവരും ഇതിൻ്റെ നേതൃത്വം ചെയ്തവരെല്ലാവരും പറഞ്ഞ് വിഷരഹിതമായ കൃഷിക്കാർക്കും ഗുണം ഉണ്ടാവുക ഡയറക്റ്റ് എന്ന ഒരു രീതിയിലാണ്. അങ്ങനെ എടുത്തിട്ടും വരുന്നതുകൊണ്ട് അല്ലാതെയും ഉള്ളത്. നമ്മുടെ നാട്ടിൻ പുറത്ത് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമാണ്. കൃഷി ചെയ്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പുറത്തു നിന്നുള്ളതോ ഒന്നുമായിട്ടല്ല. അന്നത്തെ ദിവസങ്ങളിൽ പറിച്ചെടുത്ത് കൊണ്ടുവരുന്ന പയറാണ്. പയറാട്ട, ഇതെല്ലാ സാധനങ്ങളും ആ രീതിയിൽ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ പേര് സുരേഷ് ഹിമഗിരി എന്നാണ്. വീട് ചെങ്ങന്നൂരാണ്. ഞാൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10-40 വർഷമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പല കോർപ്പറേറ്റ് ഓഫീസുകളുടെ സിഇഒയും മറ്റേ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് ഒരുപാട്. പിന്നെ IT ട്രെയിനാണ് ബേസിക്കലി. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ആക്സിഡൻറ്റ് പറ്റി, ബെഡ്രിഡനായിരുന്നു. അതിന് സ്ട്രോക്ക് വന്നു. ആക്സിഡൻറ്റ് കാലിന് ചെറിയ പ്രശ്നം പറ്റി. നടക്കാനുള്ള ബുദ്ധിമുട്ട്. ചെങ്ങന്നൂർ തന്നെ നിൽക്കാൻ വേണ്ടി ഇതൊരു സംഭവമാണ് ചെയ്യുന്നത്. നേരത്തെ മുതലേ വീട്ടിലേക്കുള്ള പൊടികളും പിന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഞാൻ എല്ലാ മാസവും സാധനങ്ങൾ വാങ്ങിച്ച് കഴുകി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിലാക്കി ആയിരുന്നുകൊണ്ട് ഞാൻ പതുക്കെ ഇത് വിപണിയിലൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. കുറച്ചുകൂടെ ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ട് ജനങ്ങൾക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും കൊടുത്തു തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, സ്പൈസസ്, വെളിച്ചെണ്ണയിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാനിത് മുളകെല്ലാം വാങ്ങിച്ചിട്ട് പല മാർക്കറ്റിൽ നിന്ന്, ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് മുളക് വാങ്ങിച്ച്, മല്ലി വാങ്ങിച്ചിട്ട്, മഞ്ഞൾ വാങ്ങിച്ചിട്ട് കഴുകി, വിനാഗിരിയും കല്ലുപ്പ് ഇട്ട് ആദ്യം കഴുകി നല്ലപോലെ പ്രോസസ്സ് ചെയ്ത് ഡ്രയറിൽ, മഴയുള്ള സമയത്ത് ഡ്രയറിലും വെയിലുള്ള സമയത്ത് വെയിലത്ത് ഉണക്കി പൊടിച്ച് അങ്ങനെയാക്കി പാക്ക് ചെയ്താണ് തരുന്നത്. FSSAI, നമുക്ക് ഇതിനകത്ത് FSSAI എടുത്തിട്ടുണ്ട്. ഞാൻ FSSAI ലൈഫ് ലോങ് ആയിട്ടുള്ള FSSAI ആണ് ഇത് എടുത്തേക്കുന്നത്. ഇത് 2 months, 2 yearsൻ്റെ FSSAI ആണ്. പിന്നെ ഓരോ പ്രൊഡക്റ്റും ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾ ലാബുകളിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ടർമറിക് പൗഡറിൻ്റെ സർട്ടിഫിക്കേഷനാണ്. തോപ്പുംപടിയുള്ള FSSAI അംഗീകൃത ലാബുണ്ട്. ആ ലാബ് തോപ്പുപടിയിലുള്ള ലാബിൽ അംഗീകരിച്ച ടെസ്റ്റ് ചെയ്ത കുർക്കുമിൻ കണ്ടന്റ് ചെക്ക് ചെയ്ത ഇതാണ്. എൻ്റെ ഇത് 7.5% ആണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഇതെന്ന് പറയുന്നത് ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലിയുടെ സർട്ടിഫിക്കേഷനാണ്. അതിനകത്ത് ഇപ്പോൾ സുഡാൻ പോലെയുള്ള രാസവസ്തുക്കൾ ഇല്ല എന്നുള്ളതാണ്, നോട്ട് ഡിറ്റക്റ്റഡ്. അതുപോലെ ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയുടെ ആസിഡ് വാല്യൂയും അയഡിൻ വാല്യൂയും ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോർമൽ റേഞ്ചായി കാണിക്കുന്നത്. ഇത് നമ്മുടെ പ്രൊഡക്റ്റിലുള്ള റേഞ്ചാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ജനങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ റാഗിപ്പൊടിയാണ്. അതുപോലെ ഇതാണ് നമ്മുടെ കാശ്മീരി മുളകാണ്. ഇതിനകത്ത് പാക്കിംഗ് ലൈസൻസ് നമ്പർ, FSSAI നമ്പർ, ക്വാണ്ടിറ്റി, എക്സ്പയറി ഡേറ്റ് എല്ലാം ഉണ്ടാവും.
എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ 1 ലിറ്ററും ഉണ്ട്, 1/2 ലിറ്ററും ഉണ്ട്. ഇത് ഉരുക്കുവെളിച്ചെണ്ണയാണ്, നമ്മുടെ മാത്രം പ്രൊഡക്റ്റാണ്. ഉരുക്കുവെളിച്ചെണ്ണ തേങ്ങാപ്പാൽ ഉറുക്കിയെടുക്കുന്ന ഒരു സാധനം, വളരെ എഫർട്ട് ഉള്ളൊരു പണിയാണിത്. ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ പെങ്ങന്മാർ, പ്രായമുള്ള ഒരു 50-നും 70-നും ഇടയ്ക്കുള്ള അമ്മച്ചിമാരാണ് കൂടുതലായിട്ടും ഇത്, ചേച്ചിമാരാണ് കൂടുതലായിട്ട് എന്നെ സഹായിക്കുന്നത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു ഹെൽത്ത് മിക്സ് ആണ്, മില്ലറ്റ് മിക്സ് ആണിത്. ഇത് 20 ഐറ്റം ചേരുന്നതാണ്, ധാന്യങ്ങളും സീരിയൽസും മില്ലറ്റ്സും ചേരുന്നതാണ്. ഇത് ഉന്മേഷം ഉണ്ടാക്കുന്ന ഒരു പൗഡറാണ്, നാച്ചുറൽ പ്രോട്ടീൻ ആണെങ്കിൽ 1 സ്പൂണ് പാലിനകത്ത് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം. ഇതിനിത് വീട്ടിലെ നാരങ്ങയുടെ കറിയാണ്, വീട്ടിലുണ്ടാകുന്ന നാരങ്ങ പറിച്ചിട്ട്, ഇത് ജ്യൂസി അല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ പിക്കിളാക്കി മീൻസ് വെള്ള നാരങ്ങ കറിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഡേറ്റ്സ് ആണ്, നമ്മൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ അജ്മാനിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇത് ഞാൻ ഉപ്പുവെള്ളത്തിൽ കഴുകി ആവി കയറ്റി ശുദ്ധീകരിച്ച് ഡ്രയറിൽ ഉണക്കി പാക്ക് ചെയ്ത് ചെറിയൊരു ക്വാണ്ടിറ്റി 200 ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടാണ് വിൽക്കുന്നത്. ഇത് CDSൻ്റെ എടയാറന്മുള വിപണി, ആറന്മുള ഗ്രാമപഞ്ചായത്തിൻ്റെ എടയാറന്മുള CDSൻ്റെ കുടുംബശ്രീയുടെ വിപണിയാണ് ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ ബുധനാഴ്ചയും 3 മണിക്കാണുള്ളത്. ഇവിടെ ആറന്മുള CDSൻ്റെ, എടയാറന്മുള എന്നുള്ള ഏരിയ ആണ്, ആറന്മുള CDSൻ്റെ ആണ് നടക്കുന്നത്.